ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളോട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ ജസ്മോൻ ജോസഫിന് ജസ്മോന് തന്നെ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ സർപ്രൈസിനകത്ത് പങ്കുചേരാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാൻഡിഡേറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുന്ദരനായിട്ടാണ് വരുന്നത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്മോൻ ഓക്സിജനിൽ നിന്ന് ഞങ്ങളിത് ആദ്യത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സാധനമാണ്. നമ്മുടെ ആദ്യത്തെ സബ്സ്ക്രൈബർ നമ്മൾ കൊടുത്ത ഗിഫ്റ്റാണ് ഗൈസ്. ഗൈസ് ജസ്മോനെ എന്നാ വാങ്ങിയ പറ, സബ്സ്ക്രൈബേഴ്സിനോട് പറ. ജസ്മോന്റെ ഫാൻസിനാണ്. സോറി മറന്നു ഗൈസ്. അപ്പം ജസ്മോനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ജസ്മോന്റെ ഹാപ്പിനെസ് ക്യാപ്ചർ ചെയ്യട്ടെ. ജസ്മോനെ കുറച്ച് ഹാപ്പിനെസ് ഇട്. നമുക്ക് മറ്റേ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഇട്ടങ്ങ് ഇടാം. വളരെ സന്തോഷം. നീണ്ട നാളുകൾക്ക് ശേഷം ഏകദേശം 4-5 മാസത്തോളം വെയിറ്റ് ചെയ്ത് സസ്പെൻസ് വിളിച്ചു ഗൈസ്. ഇനി സസ്പെൻസ് നമ്മൾ വിളിക്കുന്നു. ജസ്മോന് ഫോണാണ് മേടിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും. ജസ്മോൻ ഒരു ഏതാന്ന് എടുക്കരുത്, നമ്മള് സസ്പെൻസാ എടുക്കരുത്. ആടാടാ പണ്ടാ ഗൈസ്. അപ്പം ജസ്മോന് 4 മാസമായി. 4-5 മാസമായി ജസ്മോന് ഫോൺ ഉപയോഗിക്കുന്നില്ലായിരുന്നു. വീട്ടുകാരുടെ ഫോണായിരുന്നു. പിന്നെ 2 ദിവസം ജസ്മോൻ ഉപയോഗിച്ച ഫോണാണ് ഇത്. അതുപോലെ ജസ്മോന്റെ വളരെ മറ്റേ ആസാനമാണ് അവൻ സാധാരണ ഇന്ത്യ സാധനം ഗൈസ്. ഉള്ളത് കൊണ്ട് ഇല്ലാത്തതിൽ വിഷമിക്കാത്ത, ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്ന ഒരു സാധാരണ ജസ്മോൻ ഗൈസ്. അതൊന്നുമല്ല, ജസ്മോൻ ഈ ഒരു ഫോണാണ് 2 ദിവസം ഉപയോഗിച്ചത്. എന്താ അറിയത്തില്ല, ഈ ഫോണിന്റെ ഐശ്വര്യാന്ന് തോന്നുന്നു. ഈ ഫോൺ വന്നു കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിത് ഓസ്കിജനിൽ പോയി ജസ്മോൻ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ജസ്മോന്റെ ഒരു ഡ്രീം. ജസ്മോൻ കുറേ കാലമായി, ഇതുവരെ കുറേ നാളായി ജസ്മോൻ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമുക്കിനി പൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്തുണ്ട് ജസ്മോനെ. നീ അൺബാക്ക് ജസ്മോനെ അൺബാക്ക് എന്തി അതെ നമ്മുടെ ബോംബെ ബാംഗ്ലൂർ വാല കാണിക്ക് സ്റ്റൈല്. ഇതന്നെ എസ്തെറ്റിക് ആണോ ഗൈസ്? ഗൈസ് ഇത് ചേട്ടാ, ഇത് പിടിച്ചേടേ ചേച്ചീനെ പങ്കാളി ഗൈസ്. അമ്പോ അത് ഫീൽ ചെയ്ത് തിരിച്ചല്ലടാ മണ്ട തുറക്കണ്ടേ ഗൈസ്. അമ്പട ഗ്രേ കളർ ഗൈസ്. ഇങ്ങോട്ട് നോക്ക് ഫോണും പിടിച്ച് തിരിച്ചു പിടിക്കടാ. ആഹാ ഗൈസ്, എന്താ ശരി. നമുക്ക് ഇനി അടുത്ത ആൾക്കാരുടെ എക്സ്പ്രഷൻസ് കൊടുക്കാം. ഒരു എക്സ്പ്രഷനും വിടുന്നില്ലല്ലോ. മാതാജിക്ക് എന്താണ് പറയാനുള്ള ഫോൺ കിട്ടിയതില്? അങ്ങനല്ല, എന്താ അതിനോടുള്ള എന്താ 2 വാക്ക് സംസാരിക്കൂ. 2 വാക്ക് 2 ജയ്. അയ്യോ ഇങ്ങനെ കാൻഡിഡേറ്റ് ഗൈസ്. നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട്. ഉടുപ്പിടിക്കൽ ചടങ്ങാണ്. ഉടുപ്പിട്ട് കേറട്ടെ. ജസ്മോനെ വേനെടുക്കുന്നുണ്ടോടാ? ജസ്മോനെ പൊള്ളുന്നുണ്ടോടാ? ഇപ്പൊ ഒരു വലിപ്പം കൂടിയില്ലേ ജസ്മോനെ? കയ്യിലോട്ട് കൊടുക്കുകയാണ്. ആഹാ ഗൈസ് അത് നത്തിങ്. ഇത് 2A ഗൈസ്. എൻ്റെ കയ്യിരിക്കുന്ന ഇത് 3A, ഇത് 3A Pro എല്ലാം വന്നിരിക്കുകയാണ് കയ്യില്. ജസ്മോനെ ഇനിയാണ് നമ്മുടെ വാക്കുകളിലേക്ക് എടുക്കേണ്ടത്. കണ്ണ് നിറയെ നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ണ് മോൻ കഴിച്ച് ജസ്മോന്റെ സന്തോഷം കൊണ്ട് ജസ്മോന്റെ കണ്ണൊക്കെ നിറയുകയാണ്.
We don't know what's going on. The happiness are happiness. കണ്ടോ, കണ്ണൊക്കെ ചുമപ്പിക്കുന്നുണ്ട് യസ്മോൻ. അറിയത്തില്ല, സന്തോഷം കൊണ്ടായിരിക്കും. ചേട്ടായും കൂടെ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതാണോ ഫോൺ? എന്ത് ചെയ്യും? ഒന്ന് തരാമോ? ഒന്ന് കണ്ടോ ഗൈസ്, ഒരു ഫോൺ മേടിച്ചപ്പോൾ അഹങ്കാരം കയറുവാണ്. യസ്മോൻ നാളെ നമ്മളെ നോക്കത്ത് പോലും ഇല്ലായിരിക്കും ഗൈസ്. ഇനിയിപ്പോൾ നമ്മളെ മൈൻഡൊന്നും ഇല്ലായിരിക്കും. അല്ലാത്തപ്പോൾ നമ്മളോടൊക്കെ ഫോണൊക്കെ ചോദിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഫോണൊക്കെ നമ്മൾ ചോദിക്കണമായിരിക്കും. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണേ നമ്മൾ. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണേ യസ്മോൻ്റെ അടുത്താണ്. യസ്മോൻ്റെ ഗൈസ് ഇത് നമ്മുടെ കയ്യിലും അങ്ങനെ എത്തിയിരിക്കുകയാണ്. ആഹാ, നമ്മൾ ആദ്യമായി ക്യാമറ തുറന്നായിരുന്നു യസ്മോനെ. ഗൈസ് 6x ഗൈസ്. എടാ 6x യസ്മോനെ. ഗൈസ് ക്ലാരിറ്റി കണ്ടോ? ഇവനേത് അതിന്റെ ഇടയ്ക്കൂടെ ഒരുത്തൻ യസ്മോൻ ക്യൂസ്. ആദ്യമായി ജസ്മോന്റെ ഫോണിലേക്ക് വിളിച്ച ആളെ കണ്ടോ? എന്തിയേ പത്തളി? ഏതാ ഗൈസ്? ആകാശ് ചേട്ടായി പുഷ്പ. അതാണ് ഗൈസ് ഇവര് തമ്മിലുള്ള ബന്ധം. ഇവരുടെ മനപ്പുറത്ത് കണ്ടോ? നിങ്ങളെ ആകാശ് ചേട്ടയോട് പറഞ്ഞിട്ടല്ലേ പോയെ? അതെ, വില കുറഞ്ഞ് കിട്ടിയില്ല ആകാശ് ചേട്ടയുടെ പേര് പറഞ്ഞപ്പോ. കിട്ടിയില്ലേ? ഇവരെല്ലാരും കൂടിയാ ഈ ആകാശ് ചേട്ടയെ പ്ലാൻ ചെയ്തതാ ഗൈസ്. കണ്ടോ ആദ്യത്തെ ജസ്വൻ നിന്റെ ഒരു ഭാഗ്യം. ആരാ വിളിച്ചത്? ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പൊന്നോമനി ആദ്യമായിട്ട് യസ്വന്റെ ഫോണാ വിളിച്ചത്. ആകാശ്. ഗൈസ് നമ്മൾ പെട്ടെന്നൊന്ന് നമ്മുടെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ഓരോ മണ്ടത്തരങ്ങൾ കൂട്ടുന്നുണ്ട്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ജസ്മോൻ ഫോൺ സെറ്റപ്പിംഗ് ആണ്. ഗൈഡ് ചെയ്യുന്നത് തോംസൺ തോമസ് ചെറുകാട്ട് പറമ്പിൽ. ഗൈഡ് ചെയ്യപ്പെടുന്നത് ജസ്മോൻ ജോസഫ് കല്ലിങ്കത്തറയിൽ. ജസ്മോൻ ഈ താടിയൊക്കെ ഇങ്ങനെ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. ജസ്മോൻ ആ ചിരി കണ്ടോ ഗൈസ്? ജസ്മോൻ ഇങ്ങോട്ട് നോക്കിയാൽ ആ താടി എങ്ങനെയാണ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? എന്ത് താടിയാണ് ഇത് ഗൈസ്? അവിടെ ഒരാൾ പഠിക്കുവാണ്, നിങ്ങളതാ കാണുന്നത് അല്ലേ ഗൈസ്? ഇങ്ങനെ വേണം നമ്മുടെ ജീവിതമായ. നമ്മളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ പഠിക്കണം എന്താണെങ്കിലും. അപ്പൊ നീ അതെടുത്ത് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. അത് വൈഫൈയും മൊബൈൽ ഡേറ്റയും അത് രണ്ടായിട്ട് വരും. അത് ഓണാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് വരത്തുള്ളൂ. കസ്റ്റമൈസ് ചെയ്ത് നീ അവിടെ ഔത്ത് നോക്കിയാൽ മതി. നിനക്ക് എവിടെ എന്നാ വേണേലും ഇടാം. താഴോട്ടാക്കണോ, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാ പരിപാടി നത്തിങ് യൂസർ 1, നത്തിങ് യൂസർ 2, നത്തിങ് യൂസർ 3. ഞങ്ങൾ നത്തിങ്ങിന്റെ പ്രൊമോഷൻ ആണ് ഗൈസ്. നമ്മൾ നത്തിങ്ങിന്റെ പ്രൊമോഷൻ ആണ്. നമ്മുടെ എനിക്ക് എന്റെ വാശി നത്തിങ്ങുകാർ നമുക്ക് ഒരു പ്രൊമോഷൻ തരണം. അവരുടെ അടുത്ത ഫോൺ ഇറക്കുമ്പോൾ അവർ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഫോൺ അയച്ചു തരണം. അതുപോലെ നമ്മൾ നത്തിങ് വാരി കൂട്ടുന്നുണ്ട് ഗൈസ്. ഇത് നത്തിങ്ങുകാർ കാണണം. ഞങ്ങളാണ് ഗൈസ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നീ നത്തിങ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ അയച്ചു തരണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ശരിയാക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഞാൻ കഥ പറയാം. ജസ്മോൻ അതായത് കുറേ നാള് ജസ്മോൻ ഒത്തിരി കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തന്നെ അറിയാം, ജസ്മോൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേച്ചി പഠിക്കാൻ പോയേക്കാണ്. അപ്പം രാവിലെ ഡാഡിയും മമ്മിയും ഒക്കെ ജോലിക്ക് പോകും. പിന്നെ ജസ്മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പാവം. എത്ര മാസം? 4 മാസം ഗൈസ്. 4 മാസം വീട്ടിൽ ഒറ്റയ്ക്ക്. 4 to 5 മാസം ജസ്മോൻ വീട്ടിൽ ഒറ്റയ്ക്ക് ടി വിയിൽ മുഴുകിയിരുന്നു. ജസ്മോനെ ഒന്ന് ജസ്മോൻ അല്ലെങ്കിൽ അകത്ത് നിൽക്കാത്ത ടീമായിരുന്നു. ജസ്മോനെ ഒന്ന് വിളിക്കണമെങ്കിൽ ജസ്മോന്റെ വീട്ടിൽ വരണം. വീട്ടിൽ ജസ്മോൻ ഉണ്ടോന്ന് അറിയത്തില്ല. അതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ജസ്മോൻ 4 മാസം ജീവിച്ചത്. എന്നിട്ട് ജസ്മോൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു നോക്കിയയുടെ ഫോൺ കൊടുത്തു. 2 ദിവസം ആയുള്ളൂ. പക്ഷെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. സിമ്മൊക്കെ എടുത്തിട്ട് കോളൊക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ തുടങ്ങി വരുമായിരുന്നു. അപ്പം ആ ഫോണിന്റെ ഐശ്വര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ജസ്മോന് വേഗത വേറെ അടുത്ത് ഫോൺ കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി ഗൈസ്. ഇവർ ഒറ്റ ബുദ്ധിയായി. ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാണ് ഗൈസ്. ഒറ്റ ബുദ്ധി തോന്നി. ഇന്നലെ മിഞ്ഞാന്ന് ഒറ്റ ബുദ്ധി തോന്നി. ഇന്നലെ പോയി സെറ്റായില്ല, ഇന്ന് പോയി എടുത്തു. ഇവർക്കൊക്കെ കാശിന്റെ ഓരോരോ കാശ്. ജസ്മോനെ ഫോണെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. ജസ്മോൻ, ഹൗ ഇസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് നത്തിങ്? ഒന്ന് ലൈറ്റ് കത്തിച്ചേടാ. നത്തിങ് വാങ്ങിച്ചിട്ട് ഒന്ന് ലൈറ്റ് കത്തിച്ചാണ് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ.
അറിയത്തില്ല. ഇങ്ങോട്ട് തോന്നുന്നുണ്ട്. ദേ അല്ല എന്തി ദേ ഇത് അത് ഗ്ലിഫ്റ്റ് ടൈം അതാ. ഞാൻ കണ്ടില്ല അത്. ആദ്യം തന്നെ പിണറായി വന്ന് ദേ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നിക്ക് ഗ്ലിഫ്റ്റ് ഓർത്തോ അല്ല ലൈറ്റ് ഇല്ലേ? ദേ നിക്ക് ബാക്ക് അടിച്ച് അതിനകത്ത് കത്തിക്കാം. റിംഗ് ടൂൺ എന്ന് പറഞ്ഞാൽ കത്തിക്കാം. ഹലോ ഗായ്സ് പാട്ടിനനുസരിച്ച് അതാ ഔത്തഞ്ഞേക്ക് പിടിക്കും ഈസിയെ വേണ്ടോ. ഇതിനകത്തോട്ട് പോയി ഇതിനകത്ത് റിംഗ് ടൂൺ ഏതെങ്കിലും റിംഗ് ടൂൺ എടുത്ത് ഗൈസ് കാണിക്ക് അമ്പടി ഒന്നുകൂടെ ഗൈസ് നത്തിങ് സൂപ്പർമസി ആ സന്തോഷം കണ്ടോ, ആ പുഞ്ചിരി കണ്ടോ. ഈ പുഞ്ചിരിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. അപ്പം നമ്മുടെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കാം ജിസ്മോനെ. ചെറിയൊരു വ്ളോഗാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആ കണ്ണുകളിൽ അതിന് സന്തോഷം കാണും. ഓർക്കുന്നു, അമ്മയും പ്രത്യേകം ഓർക്കുന്നു, പപ്പായും പ്രത്യേകം ഓർക്കുന്നു, ജസ്മോന്റെ ഫാമിലിയെ ഓർക്കുന്നു. ഒത്തിരി സന്തോഷം. നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജസ്മോനെ ഇനി ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ജസ്മോനെ ഇനിയിപ്പം രാത്രി വരെ നോക്കിയിരിക്കേണ്ട ജസ്മോനെ വീഡിയോ കോൾ ചെയ്യാൻ. അതെ ഇനിയിപ്പോൾ ആ ഡയലോഗ് തുടങ്ങും. നിങ്ങൾക്ക് ഇനി എന്നെ ഒന്ന് വിളിക്കാലോ, ഇനി ഇങ്ങോട്ട് വിളിക്കാലോ ഒക്കെയുള്ള ഡയലോഗുകൾ ഇനിയിപ്പം ഇൻസ്റ്റാഗ്രാം ഒന്നും കേട്ടിട്ടില്ല. ഇനിയാണ് ജസ്മോന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ജസ്മോന്റെ ഇങ്ങനെ കറക്കം തിരിക്കുകയൊക്കെ ഇനി അങ്ങ് സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇൻസ്റ്റ ഐ ഡി ജസ്മോന്റെ ഇൻസ്റ്റ ഐ ഡി ജസ്മോൻ കിച്ചു അല്ലെ, ജസ്മോൻ ജെയോ അല്ലേ, ജസ്മോൻ.j എന്നാണ്. എല്ലാവരും ഫോളോ ചെയ്യണം, മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. വലിയൊരു സെലിബ്രിറ്റി വളർന്നു വരുന്ന വേറൊരു ഞങ്ങളുടെ ഒരു മോഡലാണ് ജസ്മോൻ. ഗൈസ് ഇത് കണ്ടോ, മോഡൽസിന് മാത്രമുള്ളൊരു സാധനം. ഇങ്ങോട്ട് നോക്കൂ, ഇത് കണ്ടോ, അതൊക്കെ ഇവിടെ എല്ലാം ഭയങ്കര താടിയായിരുന്നു ഗൈസ്. ഇവന്റെ ഈ പല്ല് മാത്രം ഞെക്കിയ സോനെ അങ്ങോട്ട് ഡിം ഡിം ഗൈസ്. ഇവിടെ മൊത്തം താടിയായിരുന്നു. ഈ പല്ല് ഈ പല്ല് മാത്രമേ കാണത്തുള്ളായിരുന്നു, അതുപോലെ താടിയായിരുന്നു. ഇനി ഗൈസ് ജസ്മോന് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഗൈസ്. ഇനിയിപ്പോ നിങ്ങളെല്ലാരും നിർബന്ധിക്കുവാണെങ്കിൽ വേണം ജസ്മോന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും അല്ലേ? അപ്പോൾ ഗൈസ് കാര്യങ്ങളെല്ലാം വഴിക്കെത്തുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരി. നമ്മളപ്പം ബൈ പറയട്ടെ. ലാൽസല ഉമ്മടുത്തു ഇതാരാ നോക്കി ബൈ പറ ബൈ. അയ്യോ പാല് കുടിക്കുക. നമ്മളവരുടെ പ്രത്യേക സീൽ കല്ലെടുത്ത്. ഓക്കെ ഗൈസ് ബൈ ഗൈസ്.